അങ്ങനെ എയർപോർട്ടെത്തി. എല്ലായിടത്തും ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് സങ്കടമായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അബുദാബിക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ന്യൂ ഇയറിൻ്റെ അന്ന് വരുമ്പോൾ നമ്മൾ ഒരു ടൈം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടിൽ പോകുമ്പോൾ വല്ലാത്ത സങ്കടമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ടൈമും കൂടി ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഇരുന്നു. കാരണം പിന്നെ ഇക്കാനെ കാണൂലല്ലോ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. എന്താണെന്നറിയില്ല, കരച്ചിലൊന്നും നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം മൈൻഡ് മാറാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക പോയിട്ടുണ്ട്. നമ്മളത് ഗേറ്റ് ബിയിലായിരുന്നു വന്നത്. അവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒരുപാടുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് സൈനെ എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്ട്രോളർ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അതിൽ എടുത്തിട്ടുണ്ട്. അബുദാബി എയർപോർട്ടിൽ ഇങ്ങനെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് സ്ട്രോളർ യൂസ് ചെയ്യാം. കാരണം ഒരുപാട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാക്കിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മോനെ ഇരുത്തിയിട്ട് നല്ല ഹെൽപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസിലുള്ള നമ്മളെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഗേറ്റ് നോക്കിയിട്ട് നമ്മൾ പോവുമായിരുന്നു. ഗേറ്റ് ബിയിലോട്ടാണ് പോകുന്നത്. കുറേ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. ഇക്ക കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും സായി ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഹെൽപ്പായി. കാരണം നമുക്ക് മെല്ലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയല്ല. അതും മനസ്സിനൊക്കെ വല്ലാത്തൊരു കനയായിരുന്നു. മോൾ അതിൻ്റെ ഇടയ്ക്ക് അവളെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നൂഡിൽസ് നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫൈനലി ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾക്കും സങ്കടമുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. നാട്ടിലെത്തിയതിൻ്റെ ശേഷമായിരുന്നു ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ സീറ്റൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കുറേ സീറ്റുകൾ അന്ന് ഫ്രീ ആയിരുന്നു. പാസഞ്ചേഴ്സ് വളരെ കുറവായിരുന്നു. സൈനിയും പിന്നെ മോളി സീനയൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആക്കിയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. മോന് കുറേ ടൈം ഉറങ്ങിയതുകൊണ്ട് ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഫൈനൽ സ്റ്റേജ്